ഞങ്ങൾ തേന അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. തേന ചേട്ടൻ എൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല മക്കളെ, നിങ്ങൾ പോയിക്കോന്ന്. സന്തോഷത്തോടെ പോയി വന്നു. ഞാൻ അച്ഛൻ്റെ ഇവിടെ ഹായ് കാണിക്കണേ കണ്ടോ. ഞങ്ങൾ കളിച്ചും ചിരിച്ചാ പോണേ. ബസ്സിൽ കയറുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. പക്ഷെ അച്ഛൻ്റെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു ഛർദ്ദിക്കാനും വന്നില്ല. ഞാൻ കളിച്ചും ചിരിച്ചും ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയി. ആളുകളൊക്കെ എന്തെങ്കിലും ബോംബോ തോക്കോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് വിടുന്ന സ്ഥലമാണ്. ദേന കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായിട്ടോ. വീഡിയോ എടുക്കണോണ്ട് ചിരിച്ചും കളിച്ചും ഇരിക്കണമെന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം തഴിച്ചു. അതുകൊണ്ട് അച്ഛേട്ടൻ എനിക്ക് വെള്ളമൊക്കെ മേടിച്ചു തന്നു കേട്ടോ. തണുത്ത വെള്ളമായിരുന്നു. പക്ഷെ എനിക്ക് വെള്ളത്തിയപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നിയില്ല. അച്ഛൻ്റെ കൂടെ കൈയും പിടിച്ച് ഞാൻ നടന്നു പോകായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവശതയായിട്ടാണ് ഞാൻ നടന്നു പോണേ. പിന്നെ അച്ഛനോട് ഞാൻ എനിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അറിയാത്ത പാവോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ അവശതയായിട്ട് നടന്നു പോവാണ്. പിന്നെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അച്ഛൻ എൻ്റെ തല പിടിച്ച് അമർത്താണ്. ഞങ്ങൾ കളിച്ചും ചിരിച്ചും അങ്ങനെ നടക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ എൻജോയ്. അച്ഛൻ്റെ കൂടെ ഞാൻ ഇരുന്ന അച്ഛനെ പൊന്നു പോലെ നോക്കും. കാരണം ഞങ്ങൾ പഞ്ചൊക്കെ പിടിക്കുക. അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടാ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അമ്പലത്തിൽ അവിടെ ഭക്ഷണം കിട്ടും കേട്ടോ. നല്ല പായസം കണ്ടാ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ പായസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ, പൊന്നുമോളെ ഇവിടെ പായസമൊക്കെ കിട്ടും, സാമ്പാറും ചോറും അവിയലും പപ്പടം എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി കേട്ടോ. ഞങ്ങൾ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി പകുതി വരെ പോയിട്ട് ഇറങ്ങി ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഉറക്കം വന്നു കേട്ടോ. കണ്ടോ എൻ്റെ കണ്ണൊക്കെ കണ്ടോ നിങ്ങൾ? കണ്ടോ അച്ഛൻ എൻ്റെ കയ്യും പിടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ബസ്സിൽ പോയി. കണ്ടോ ഞാൻ എന്തൊക്കെയോ ഒരു ഭാവം ഇട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ തന്നെ ചിരിക്കുന്നുണ്ട്. ഞാൻ ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടോ. എന്നിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ അച്ഛൻ എനിക്ക് ചായയൊക്കെ മേടിച്ച് തന്നു. നല്ല ചൂടുള്ള നല്ല ചായ ആയിരുന്നു. നല്ല കട്ടൻ ചായ ആണ് അച്ഛൻ എനിക്ക് മേടിച്ച് തന്നത്. കണ്ടോ അച്ഛൻ എന്താ ചായയും പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടേ. ഞാൻ തന്നെ അറ്റത്തിരിക്കണം. ഉറക്കം വന്നിട്ട് വയ്യ.